ഇനി ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ 19 സ്വാതന്ത്ര്യം തൊട്ട് പറയുകയാണ്. 19 എന്താണ്? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികളാണ് 20. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ മെമ്മറി ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ മറക്കാതെ പഠിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ഇത് കുറേ ആർട്ടിക്കിൾസ് ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾസ് ഓർത്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ആർട്ടിക്കിൾസ് വേഗം പഠിച്ചെടുക്കാമെന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ മെമ്മറി കോഡ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കാം. അതിനാണ് ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഈ 4 ആർട്ടിക്കിൾസാണ് പഠിക്കാൻ പോണേ. ആർട്ടിക്കിൾ 14, 24, 34, 44. 4ൻ്റെ ഒരു സീരീസാണ് അല്ലേ. 10 വീതം ആഡ് ചെയ്തിട്ട് 14, 24, 34, 44. ഈ 4 ആർട്ടിക്കിൾസ് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഓർക്കുക. നിയമത്തിന് മുന്നിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ ആരൊക്കെ തുല്യർ? ബാലനും പട്ടാളക്കാരനും സിവിലിയനും തുല്യരാണെന്ന് ഓർക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 14 നിങ്ങൾ എന്താണെങ്കിലും പഠിക്കുക. ആർട്ടിക്കിൾ 14 എന്താ? നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. സമത്വം ഈ 14 തുടങ്ങുന്നത്. മൗലികാവകാശങ്ങളിലെ ഒന്നാമത്തെ മൗലികാവകാശമായ സമത്വം, അത് ആർട്ടിക്കിൾ 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് 14? നിയമസമത്വമാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 14 നിയമം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക. നിയമത്തിന് മുമ്പിൽ ബാലനും. അപ്പോൾ 24 ബാലനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. എന്താണ് 24 പറഞ്ഞത്? ബാലവേല നിരോധനമാണ് 24 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. അതിൽ ആർട്ടിക്കിൾ 23 നമുക്ക് ഈ മനുഷ്യക്കടത്ത് പാടില്ല, നിർബന്ധിത ജോലി ചെയ്യിക്കാൻ പാടില്ല, ആ ചൂഷണമൊന്നും പറ്റത്തില്ല. ആർട്ടിക്കിൾ 24 പറഞ്ഞത് ബാലവേല പാടില്ല എന്ന്. 24 ബാലവേല അല്ലേ, ആ ലാ ഇട്ട് ഫുള്ള് കണക്ട് ചെയ്യുക. 4 ബാലവേല. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ഇപ്പം തന്നെ പഠിച്ചു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. അതിങ്ങനെ ഓർക്കാം. നിയമത്തിന് മുൻപിൽ ബാലനും, അപ്പോൾ ബാലവേല നിരോധനം. ഇനി ആർട്ടിക്കിൾ 34 ബാലനും പട്ടാളക്കാരനും. ഓക്കെ, പട്ടാള നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 34. നമ്മൾ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ് പഠിക്കാറുള്ളൂ. 34 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിക്കാറൊന്നും ഇല്ല. പക്ഷെ നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 24, 34 എന്നുള്ള സീരീസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 34 ഈ പട്ടാള ഭരണമൊക്കെ വരുന്ന സമയത്ത് മൗലികാവകാശങ്ങൾക്ക് ചില കൺട്രോളൊക്കെ വരുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 34. അപ്പോൾ പട്ടാള ഭരണം, പട്ടാള നിയമം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 44 എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ 4, 4 കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർക്കുക. 4, 4 യൂണിഫോം അല്ലേ? 4 അതേപോലെ ഒരു 4, ഇതൊരു യൂണിഫോം ഉണ്ട് അല്ലേ. യൂണിഫോം സിവിൽ കോഡാണ്. ഏകീകൃത നിയമവ്യവസ്ഥയാണ് 44. ഈ കോഡ് ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. കോഡ് ഇല്ലാതെ ആദ്യം ഒന്ന് പറഞ്ഞ്. 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വമാണ്. 24 എന്താണ്? ബാലവേല നിരോധനമാണ്. 34 പട്ടാള നിയമമാണ്. 44, 4, 4 യൂണിഫോം സിവിൽ കോഡാണ്. ഇനി ഇത് 4 കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് 14 നിയമസമത്വം. നിയമത്തിന് മുമ്പിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും. ബാലൻ എന്ന് പറയുമ്പോൾ ബാലവേല നിരോധനം, പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ പട്ടാള നിയമം, സിവിലിയൻ എന്ന് പറയുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന് ഓർക്കാം. ഇവർ തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14, 24, 34, 44ൻ്റെയും കോഡ് കേട്ടോ. എന്തൊക്കെയാണ്? നിയമത്തിന് മുൻപിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും തുല്യരാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞ് ഏതൊക്കെ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ച 4 എണ്ണം? 14, 24, 34, 44. നിങ്ങളൊന്നും നോക്കാതെ ഇവിടെ സ്ക്രീനിൽ നോക്കാണ്ട് ഓർത്ത് നോക്കിക്കേ. ആർട്ടിക്കിൾ 14 എന്താ? ഇപ്പം തന്നെ പറയൂ. നിയമസമത്വമാണ്. 24 നിയമത്തിന് മുമ്പിൽ ആരാ? ബാലനും, ബാലവേല നിരോധനം. 34 ബാലനും പട്ടാളക്കാരനും, പട്ടാള നിയമം. 44 പട്ടാളക്കാരനും സിവിലിയനും തുല്യരാണ്. സിവിലിയൻ എന്ന് പറയുമ്പോൾ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. കിട്ടിയോ? ഞാൻ തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ആർട്ടിക്കിൾ മനസ്സിൽ വരുന്നുണ്ട് പറയണേ. ബാലവേല നിരോധനം ഏതാ ആർട്ടിക്കിള്? ബാലവേല നിരോധനം 2 രീതിയിൽ ഓർക്കാം. ഒന്ന് നമുക്ക് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണ് വരുന്നത് 23, 24. അതിൽ 24 ബാലവേല എന്ന് ഓർക്കാം. അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് നിയമത്തിന് മുമ്പിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും. 14, 24, 34, 44. അതിൽ ബാലൻ വരുന്നത് 24 അല്ലേ. ബാലവേല നിരോധനം 24. പട്ടാള നിയമം 34. പിന്നെ ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം ആയിട്ട് 4, 4, 44 അല്ലേ. 14 നിയമസമത്വം. ഇത് 4 പഠിച്ചല്ലോ. അടുത്ത സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 15, 18, 19 നോക്കാം. ആർട്ടിക്കിൾ 15 എന്താ പറയണേ? ആർട്ടിക്കിൾ 14 നമ്മൾ പറഞ്ഞു നിയമസമത്വമാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. 15 സമത്വത്തിൽ തന്നെ വരുന്നതാണ്. 15 പക്ഷേ പറഞ്ഞത് വിവേചനം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആരെയൊക്കെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലാത്ത? ഒരാളെ ജാതി, മതം, അതുപോലെ തന്നെ
അയാളുടെ ലിംഗം, പിന്നെ അയാളുടെ ജനനസ്ഥലം, വംശം, ഇതിൻ്റെ എല്ലാം പേരിൽ വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയണത്. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 15ൻ്റെ 5 ഈ വി ആയിട്ട് ഓർക്കുക. ഇങ്ങനെ നമ്മൾ റോമൻ ലിപിയിൽ എഴുതുമല്ലോ, അതായത് വി എന്ന് പറയുമ്പോഴേക്കും വി എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയണത്. 5 കാര്യങ്ങൾ, വീണ്ടും ഒരു 5 വന്നു. 5 കാര്യങ്ങളിൽ വിവേചനം പാടില്ല. 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ജാതി, മതം, വംശം, ലിംഗം, ജനനസ്ഥലം. ഇവിടെ താമസ സ്ഥലം എന്നൊക്കെ ഇട്ടിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മളെ തെറ്റിക്കാനായിട്ട്. അപ്പോൾ ഓർത്തോണം, ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. വി 15 അതാണ് ആർട്ടിക്കിൾ 15 ഓർക്കാൻ. ഇനി ആർട്ടിക്കിൾ 18, ആ 8 പറയുമ്പോൾ നിങ്ങൾ 8 ടൈറ്റിൽ അത് കണക്ട് ചെയ്യുക. 8 ടൈറ്റിൽ എപ്പോഴും ഓർത്തോണം, 8 ടൈറ്റിലാണ്. ടു കണക്ട് ചെയ്യുക. ടൈറ്റിൽ പാടില്ല, ബഹുമതി പാടില്ല എന്ന് പറഞ്ഞതാണ് ആർട്ടിക്കിൾ 18. ബഹുമതികൾ പാടില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. അപ്പോൾ എപ്പോഴും മനസ്സിൽ വേണം, 14 തൊട്ട് 18 വരെ ഏത് ആർട്ടിക്കിളിനെ പറ്റി നമ്മളോട് ചോദിച്ചാലും ഇത് സമത്വവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. 14 എന്ന് പറയുമ്പോൾ നിയമത്തിന് മുമ്പിലുള്ള സമത്വമാണ് പറഞ്ഞത്. 15 എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യരാണെന്ന് തന്നെയാണ് പറയണത്. അതെങ്ങനെയാണ് ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത്? വി വെച്ചിട്ട് അല്ലേ, 5ൻ്റെ വി വെച്ച് വിവേചനം പാടില്ല എന്നാണ് പറയണത്. അതുപോലെ 18ലും ഒരു സമത്വം കാണിക്കണം, എല്ലാവരും തുല്യത കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തുല്യത ഇല്ലാതാകും. അപ്പോൾ സമത്വം വേണമെങ്കിൽ ടൈറ്റിലൊന്നും പാടില്ല. അപ്പോൾ 8 ടൈറ്റിൽ നിന്ന് ഓർത്ത് വെച്ചാൽ ആർട്ടിക്കിൾ 18 കിട്ടും. അപ്പോൾ ഈ 3 ആർട്ടിക്കിൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആർട്ടിക്കിളാണ് 14, 15, 18. ഇതിൻ്റെ ഇടയ്ക്ക് 2 നമ്മുടെ 16ഉം 17ഉമാണ് മൗലികാവകാശങ്ങൾ. 16 എന്താ? അവസര സമത്വം പാടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി വിവേചനം പാടില്ല, അത് സമത്വത്തിൽ തന്നെ വരുന്നതാണ്. 16 പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ അവസര സമത്വമാണ്. 17 ആണെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധനമാണ്. തൊട്ടുകൂടായ്മ ഇല്ലാതാകുന്നു. മഹാത്മാഗാന്ധിക്ക് വിളിച്ച ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ 17 തൊട്ടുകൂടായ്മയുടെ ആണെന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ എത്ര ആർട്ടിക്കിൾസ് പഠിച്ചു? നമ്മൾ ഇതുവരെ പഠിച്ച ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത. ആർട്ടിക്കിൾ 24 പറഞ്ഞു ബാലവേല നിരോധനം, ബാലനും പട്ടാള നിയമം. ആർട്ടിക്കിൾ 34 പട്ടാള നിയമമാണ് പറഞ്ഞത്. സിവിലിയനും തുല്യരാണ്. 44 യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞു. ഇപ്പം എന്ത് പറഞ്ഞു? 5 വിവേചനം പാടില്ല എന്ന് പറഞ്ഞത് 15 ആണ്. 16 അവസര സമത്വം, 17 തൊട്ടുകൂടായ്മ, ടൈറ്റിൽ 8 ടൈറ്റിൽ 18 ആണ്. ബഹുമതികൾ പാടില്ല എന്ന് പറഞ്ഞത്. ഇത്രയല്ലേ പറഞ്ഞത്? ഇനി ആർട്ടിക്കിൾ 19 ഉണ്ട്. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് പറയണത്. 19 ഓക്കെ. അപ്പോൾ 19 സ്വാതന്ത്ര്യം എന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഓർക്കാം, സമത്വം കഴിഞ്ഞാൽ 18 വരെ സമത്വമാണ്. സമത്വം കഴിഞ്ഞാലാണ് സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. അപ്പോൾ 19 നിന്നാണ് സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ ഓർക്കാം, ഈ 18-ലാണല്ലോ നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്നത്. 18 വയസ്സിലാണല്ലോ. 19ാമത്തെ വയസ്സ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ടങ്ങ് നടക്കുകയാണ് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട്. ലൈസൻസ് കിട്ടിയ ഉടനെ വണ്ടി എടുക്കുന്നില്ല, നമ്മളൊന്ന് പ്രാക്ടീസിനൊക്കെ വിട്ടു. 19 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആയി, പിന്നെ അങ്ങോട്ട് പറക്കുകയാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ 19-ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ രീതിയിൽ? 14 തൊട്ട് 18 വരെ സമത്വമാണെങ്കിൽ അത് കഴിഞ്ഞാൽ 19 സ്വാതന്ത്ര്യം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ തന്നെ 18 ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 19 സ്വാതന്ത്ര്യം തുടങ്ങുവാണ്. എങ്ങനെയായാലും 19 സ്വാതന്ത്ര്യം. അതിൽ തന്നെ ഉണ്ട് A, B, C, D, E, G ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് 6 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് പറയണം. അത് ഏതൊക്കെയാണ്? ആദ്യത്തേത് നമുക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം? ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? 19 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായമൊക്കെ പറയണം വീട്ടിലൊക്കെ അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം, നമ്മുടേതായ അഭിപ്രായം പറയണം അല്ലേ. ചിന്തിക്കാനും സംസാരിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം 19A ഈ പത്രസ്വാതന്ത്ര്യം പോലും 19A പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ 19A സ്വാതന്ത്ര്യം 19A. 19B എന്താ പറയുന്നത് അറിയാവോ? ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. ഞാനും നിങ്ങളും എല്ലാം തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് വെച്ചാലോ, ഒരു ഗെറ്റ് ടുഗദർ, ഒരു യൂണിയൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സമ്മേളനം നടത്താൻ പോകും അല്ലേ. ആദ്യം സംസാരിച്ച് കഴിയുമ്പോഴാണല്ലോ കൂട്ടായിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്? സമ്മേളനം നടത്താൻ പോകുന്നത്. അപ്പോൾ 19B എന്താ? സമ്മേളനത്തിനുള്ള കാര്യമാണ്, സമ്മേളനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. സമ്മേളനം എന്ന് പറയുമ്പോൾ സമാധാനപരമായിട്ട് സമ്മേളനത്തിന് പോകണം കേട്ടോ. കത്തിയും കടാരയൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. സമാധാനപരമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സമ്മേളനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി സമ്മേളനമൊക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് എന്തുകൊണ്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കിക്കൂടാം അല്ലേ. എൻട്രി PSC നമുക്കൊരു അസോസിയേഷൻ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ സമ്മേളനം കഴിയുമ്പോഴാണ് നമുക്ക് അസോസിയേഷൻ ഉണ്ടാക്കാൻ തോന്നുക. അപ്പോൾ അസോസിയേഷനെ പറ്റി പറയുന്നത് 19C അസോസിയേഷനുള്ള സ്വാതന്ത്ര്യം. നമുക്ക് അസോസിയേഷൻ രൂപീകരിക്കാൻ എന്നൊക്കെ ഉള്ളത് 19C പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നു 19A. 19B നമ്മൾ സമ്മേളനം നടത്തുന്നു. 19C നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു അസോസിയേഷൻ ഉണ്ടാക്കി. ഇനി നമുക്ക് തോന്നുകയാണ് നമുക്കൊരു ട്രിപ്പ് പോയാലോ അല്ലേ. അസോസിയേഷനൊക്കെ ആയി കഴിയുമ്പോഴാണല്ലോ ആളുകൾ ട്രിപ്പിന് പോവാം.
അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റില്ല 19 പ്രകാരം. രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും പൊക്കോളാനാണ് പറഞ്ഞേക്കണേ 19ൻ്റെ അകത്ത്. ചിലപ്പോൾ ചോദ്യം ചോദിക്കും 19 പ്രകാരം നമുക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് തെറ്റാണ്. ഇതിൽ എടുത്ത് പറയുന്നുണ്ട് 19D രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. നമ്മൾ ട്രിപ്പിന് പോകണം, ഇന്ത്യൻ ട്രിപ്പാണ് കേട്ടോ. 19D ആണത് ട്രാവലിംഗ് വരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പോൾ ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മൾ സഞ്ചരിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമ്മൾ പല സ്ഥലത്തും ചെന്നപ്പോൾ ഇവിടെയൊക്കെ സെറ്റിൽ ചെയ്യാൻ കൊള്ളാവുന്ന സ്ഥലമാണ്, കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ച് സെറ്റിൽ ചെയ്താലോ എന്ന് തോന്നുകയാണ്. അപ്പോൾ അടുത്തത് 19E അതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നതാണ് 19E. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്തു. 19F എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ ഇല്ല. സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ്, എടുത്ത് മാറ്റി. അപ്പോൾ F നമുക്ക് പഠിക്കേണ്ട. പിന്നെയുള്ള G ആണ്. സെറ്റിൽ ചെയ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് വേണം? അവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ അവിടെ നിന്നൊക്കെ ജോലി നമുക്ക് വേണം. നമ്മൾ ഇവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു ദൂരെ പോയിട്ട് സെറ്റിൽ ചെയ്യാണ്. നമുക്ക് എന്തെങ്കിലും ജോലി വേണം. അപ്പോൾ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് 19G എന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ 19-നകത്ത് ABCDEG വരെയുള്ളതാണ് ഞാൻ ഓർഡറിൽ പറഞ്ഞത്. ഒരു സ്റ്റോറി പോലെ ഓർക്കുക നിങ്ങൾ. 19A നമ്മൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിന്, ആവിഷ്കാരത്തിനും ചിന്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. Bയിൽ നമ്മൾ സമ്മേളനം കൂടുന്നു, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. Cയിൽ നമ്മൾ സംഘടന ഉണ്ടാക്കുന്നു, അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. Dയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാം. Eയിൽ നമ്മൾ എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്യും, ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ താമസമാക്കുന്നു. F എടുത്ത് മാറ്റി Gയിൽ നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 19-ലെ 6 സ്വാതന്ത്ര്യവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 19 കഴിഞ്ഞു. ഇനി ആർട്ടിക്കിൾ അപ്പോൾ 19 വരെ കഴിഞ്ഞല്ലോ. ഇനി 19 തൊട്ട് 22 വരെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ വരുന്നത്. 19 മാത്രമല്ല, 19-ൽ ഈ 6 തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൂടാണ്ട് 20ഉം 21ഉം 22ഉം ഈ മൗലികാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ വരുന്നതാണ്. അത് ഓർത്ത് വയ്ക്കാനായിട്ട് വേറൊരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. 19 നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 20 എന്ന് പറയുമ്പോഴേക്കും കുറ്റവാളികൾക്കുള്ള സ്വാതന്ത്ര്യമാണ് 20-ൽ വരണേ. ആർട്ടിക്കിൾ 20-ൽ എന്താ വരണേന്ന് അറിയുമോ? ഇപ്പോൾ ഒരാൾ കുറ്റാരോപിതനായി, അപ്പോൾ അയാൾക്കുള്ള 3 രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മുൻകാല പ്രാബല്യം, അതുപോലെ ഡബിൾ ജെപ്പേർഡി, ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, അതുപോലെ ഒരാളെ നിർബന്ധിച്ച് അയാളെ കൊണ്ട് കുറ്റസമ്മതം നടത്താൻ പാടില്ല. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഒരു കുറ്റാരോപിതന് കൊടുക്കുന്ന, കുറ്റവാളികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 20-ൽ വരണേ. ആർട്ടിക്കിൾ 21 നമുക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. അവിടെ നമുക്ക് രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും പോവാം, നമുക്ക് സംസാരിക്കാതെ ഇരിക്കാം, നമുക്ക് ഉറങ്ങാം, നമുക്ക് ശുദ്ധവായു ശ്വസിക്കണം, ശുദ്ധവെള്ളം കുടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ, പുക വലിക്കാൻ പാടില്ല. ഇതൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൽ വരുന്നതാണ്, 21-ൽ വരുന്നതാണ്. ഇനി 21A എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയതാണ് 21A. 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമാണ്. 22 കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ട അവകാശമാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് അയാൾ കാര്യം അറിയിക്കണം, അയാൾക്ക് വക്കീലിനെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം, 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കണം. ഇനി കരുതൽ തടങ്കലാണെങ്കിൽ ഇതൊന്നും വേണ്ട, അയാളെ തടങ്കലിലാക്കാൻ മിനിമം 3 മാസത്തിനുള്ളിൽ ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 22-ൽ പറയുന്നത്. പിന്നെ ഇത്രയും നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇങ്ങനെ ഒരു ക്ലൂ വെച്ചിട്ട് ഞാൻ ഒരു കോഡ് വെച്ചിട്ട് പറഞ്ഞുതരാമേ. 19 സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ ജീവിക്കാനായിട്ട് വിദ്യാഭ്യാസം ചെയ്തു. കുറേ പേര് ജയിലിൽ കിടക്കുകയാണ്. അവിടെ അവർക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികളാണ് അവരെന്ത് ചെയ്തു? അവർക്ക് ജീവിക്കണമല്ലോ, അതിന് അവർ വിദ്യാഭ്യാസം ചെയ്തു എന്ന് ഓർക്കുക. പക്ഷെ അവർ കുറ്റവാളികളല്ലേ, വിദ്യാഭ്യാസം ചെയ്തിട്ടും കാര്യമില്ല. അവരെ എന്താക്കി? കരുതൽ തടങ്കലിലാക്കി. അവരെ ഒന്ന് കെയർഫുൾ ആവട്ടെ, ഇവർ കുറേ എഡ്യൂക്കേഷനൊക്കെ നേടണം, നല്ല വിദ്യാഭ്യാസമാണെന്ന് അറിയില്ലല്ലോ, നാളെ രാജ്യത്തിന് പ്രോബ്ലം ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ട് അവരെ എവിടെ ആക്കി? കരുതൽ തടങ്കലിലാക്കി. അപ്പോൾ എങ്ങനെ ഓർക്കണം? സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ ജീവിക്കാനായി എന്ത് ചെയ്തു? വിദ്യാഭ്യാസം ചെയ്തു. പക്ഷെ അവരെ എവിടെ ആക്കി? കരുതൽ തടങ്കലിലാക്കി. ഇനി ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ 19 സ്വാതന്ത്ര്യം തൊട്ട് പറയുകയാണ്. 19 എന്താണ്? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികളാണ് 20. അവർ ജീവിക്കാനുള്ള അവകാശമാണ് 21. അവരെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്, അതാണ് 21A. പക്ഷെ അവരെ കരുതൽ തടങ്കലിലാക്കിയതാണ് 22. ഓക്കെ, അപ്പോൾ ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മാത്രം 19 സ്വാതന്ത്ര്യം എന്നൊന്ന് കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത 19. സ്വാതന്ത്ര്യമില്ലാത്ത ആര്? കുറ്റവാളികൾക്കുള്ള സംരക്ഷണമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് 20. സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ എന്തിനാ? ജീവിക്കാനായിട്ട് അല്ലേ? ജീവിക്കാനായിട്ടെന്ന് പറയുമ്പോഴേക്ക് 21 റൈറ്റ് ടു ലൈഫ്. എന്ത് ചെയ്തു? വിദ്യാഭ്യാസം ചെയ്തു എന്ന് പറഞ്ഞാണ് 21A. പക്ഷെ അവർ എവിടെ ആക്കി? കരുതൽ തടങ്കലിലാക്കി എന്ന് പറഞ്ഞാണ് 22. അപ്പം അത്രയും കിട്ടിയോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആദ്യം തൊട്ട് പഠിച്ചത്? 14 നിയമത്തിന് മുന്നിലുള്ള സമത്വം, 14, 24, 34, 44 എങ്ങനെയാണ് കോഡ് പറഞ്ഞത്? നിയമത്തിന് മുന്നിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും. അപ്പോൾ 14 നിയമസമത്വം, 24 ബാലവേല നിരോധനം, 34 പട്ടാള നിയമം, യൂണിഫോം സിവിൽ കോഡ് 44. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്?
പിന്നെ 15 5 വിവേചനം പാടില്ല. 5 കാര്യങ്ങളിൽ ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. 18 ടൈറ്റില് ബഹുമതികൾ പാടില്ല. 19 നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രീഡം കിട്ടുന്നു. 19A സംസാരിക്കാൻ, 19B സമ്മേളനം, 19C അസോസിയേഷൻ, 19D ട്രാവലിംഗ്, 19E ഇഷ്ടമുള്ളത് സെറ്റിൽ ചെയ്യുക, 19G എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക. ഇനി നമ്മൾ 19 തൊട്ട് ഈ കോഡാ പറഞ്ഞത് എന്താ? 19 സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യമില്ലാത്ത കുറ്റവാളികൾ 20, ജീവിക്കാനായിട്ടുള്ള അവകാശം 21A, ജീവിക്കാനായിട്ട് എന്ത് ചെയ്തു? വിദ്യാഭ്യാസം, ജീവിക്കാനുള്ളത് 21, അതിനുള്ള വിദ്യാഭ്യാസം ചെയ്തു എന്നുള്ള 21A, പക്ഷെ അവർ കരുതൽ തടങ്കലിലാക്കി 22. 22 വരെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗലികാവകാശങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി DPSPയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ആർട്ടിക്കിൾസാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. 39A ചോദിക്കാറുണ്ട് പലതവണ. അപ്പം അതൊന്ന് പഠിച്ചു വയ്ക്കുക നിങ്ങൾ. എല്ലാം നമുക്ക് കോഡ് വെച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ, ചിലത് നമ്മൾ അല്ലാതെയും പഠിക്കണമല്ലോ. 39A പറയുന്നത് പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്തോളം. 39A DPSPയിൽ വരുന്നതാണ്. പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ് 39A. ആ A മാറ്റി D ആക്കി കഴിഞ്ഞാൽ D എന്ന് പറയുമ്പോൾ നിങ്ങൾ D എന്ന് ഓർക്കണം. 39D എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയാണ് നമ്മൾ D എന്ന് പറഞ്ഞ് വിളിക്കുക അല്ലേ? സ്ത്രീകളുടെ കാര്യമാണ് ഇത് വരുന്നുണ്ട്. ഈ പുരുഷന്മാരുടെ ഒപ്പം സാലറി വേണമെന്ന്. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം വേണമെന്നാണ് 39D പറയണേ. അപ്പോൾ ചിലപ്പോൾ ഇത് ചോദിച്ചിട്ട് ഓപ്ഷനിൽ 39A ഉണ്ടാകും, D ഉണ്ടാകും. തുല്യ ജോലിക്ക് തുല്യ വേതനം സ്ത്രീക്കും പുരുഷനും വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് വന്നിട്ട് 39A Dയും തന്നു. നമ്മൾ കൺഫ്യൂഷനായി. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. സ്ത്രീ D എന്ന് വരണേ, D എന്ന് വിളിക്കുന്നു, D അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയണതാ. 39A എന്താണ്? പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. 39D എന്താ? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം കേട്ടോ. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40 പഠിച്ചു വെച്ചോളൂ കേട്ടോ. 40 നമ്മൾ 39 40 പറഞ്ഞേ. ഇനി 47 DPSP ആണ്. 47 48 49 ഒക്കെ DPSPയിൽ വരുന്നതാ. 47 എന്ന് പറയുമ്പോഴേ എങ്ങനെ ഓർക്കുക? 4 കാലയിൽ ഈ 7 കുപ്പിയായിരുന്നു വിചാരിക്കുക. നമ്മുടെ മദ്യക്കുപ്പിയാണ്. ഈ ഒരു കുപ്പിയാണ് 7 കേട്ടോ. 4 കാലിൽ മദ്യം കഴിച്ചിട്ട് ഇത് കുപ്പിയായിട്ട് എടുക്കുക. മദ്യം കഴിച്ചിട്ട് 4 കാലയിൽ നടക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ആഴ്ചയിൽ 7 ദിവസവും 4 നേരവും അല്ലെ 7 ദിവസം മദ്യം കഴിച്ച് 4 കാലിൽ നടക്കുന്ന കാര്യമൊക്കെ 47 വെച്ച് ഓർക്കുക. 47 കാണുമ്പോഴേ ഓർത്തോണം. മദ്യ നിരോധനമാണ് 47 കേട്ടോ. 47 മദ്യം കുടിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അല്ലേ ടച്ചിങ്സിനായിട്ട് ബീഫൊക്കെ കഴിക്കാൻ തോന്നും. ബീഫ് കഴിച്ചാൽ പല സ്ഥലങ്ങളിലും ബീഫ് കഴിച്ചാൽ എന്ത് കിട്ടും? 8ൻ്റെ പണി കിട്ടും. അപ്പം 47 കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ 48 കാണുമ്പോൾ ഈ മദ്യം കഴിച്ചു, ബീഫ് കഴിച്ചാൽ കിട്ടുന്നത് 8ൻ്റെ പണി കിട്ടും. അപ്പം 48 എന്താണ്? ഗോവധ നിരോധനമാണ്. പശുവിനെയൊക്കെ കൊല്ലാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൊന്ന് കഴിക്കുകയാണല്ലോ. അപ്പോൾ ഗോവധ നിരോധനമാണ് 48. അപ്പം 47 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനമാണ്. ഓക്കെ, പശുക്കളെ കൊല്ലാൻ പാടില്ല. പശുക്കൾ മാത്രമല്ല പ്രകൃതിനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ സംരക്ഷിച്ചോളണം. അപ്പം 48A പറയണത് അത് ഇവിടെ പശുക്കളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ പ്രകൃതിനെ സംരക്ഷിക്കുകയാണ്. 48A എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ്, പരിസ്ഥിതി സംരക്ഷണമാണ്. 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം, ഇപ്പോൾ ഗോക്കളുടെ സംരക്ഷണം. അടുത്ത സംരക്ഷണം പരിസ്ഥിതിക്കാണ്. 48A പരിസ്ഥിതി സംരക്ഷണമാണ്. 49 എന്താണെന്നറിയോ? 49 അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്പർ അല്ലേ? 49 ആ സീരീസിൽ. അപ്പോൾ ഈ 9 എന്ന് പറയുമ്പോൾ വലിയൊരു ഉയർന്ന ഒരു താജ്മഹലൊക്കെ പോലത്തെ അല്ലെങ്കിൽ കുത്തബ് മിനാറൊക്കെ പോലത്തെ വലിയ കെട്ടിടമാണ്. അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് 9 പോലെ എന്ന് ഓർക്കുക. അതായത് വളരെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് 49 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ DPSPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പറഞ്ഞു. ഏതൊക്കെയാണ്? 39 തുടങ്ങി 39A എന്താ? സൗജന്യ നിയമസഹായം അല്ലേ? പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും കൊടുക്കും പാവപ്പെട്ടവർക്ക്. 39D പറയുമ്പോൾ D എന്ന് ഓർക്കുമ്പോൾ എന്താ? D എന്താ? പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. 40 എന്താ? പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് 40. ഇപ്പം നമ്മൾ പറഞ്ഞ 47 ആണ് എന്ത്? 7 കുപ്പിയാണ് മദ്യനിരോധനമാണ്. തൊട്ടടുത്തതാണ് ഗോവധ നിരോധനം. ബീഫ് കഴിച്ച 8ൻ്റെ പണി കിട്ടും. 48 ഗോവധ നിരോധനം. അടുത്ത പരിസ്ഥിതി സംരക്ഷണമാണ് 48A. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയൊക്കെ സംരക്ഷണമാണ് 49. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 50 ആണ്. ആർട്ടിക്കിൾ 50 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക 1 മുതൽ 100 വരെയുള്ള നമ്പറിൽ ഈ 50 അല്ലേ നടുക്ക് നിൽക്കുന്ന ഒരു സെപ്പറേഷൻ അല്ലെ? അങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ അല്ലേ? അപ്പോൾ ഇതൊരു സെപ്പറേഷൻ തന്നെയാണ് ഈ 50ൻ്റെ ആർട്ടിക്കിൾ. അത് ഇവിടെ എക്സിക്യൂട്ടീവ്, ഇവിടെ ആരാണ്?
എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിനെ സെപ്പറേറ്റ്, ഇവിടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. ജുഡീഷ്യറിനെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്നാണ് 50 പറയുന്നത്. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറിയാണ് 50. ഓക്കെ, 51A നമ്മുടെ മൗലിക കടമകൾ. പലതവണ ചോദിച്ചിട്ടുണ്ട്. 51A ആണ് മൗലിക കടമകൾ. അപ്പോൾ 1 മുതൽ 50 വരെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ പറയണം, ഞാനിവിടെ എഴുതുമ്പോൾ കിട്ടുമോ നോക്കണേ. 14 എന്താണെന്ന് പറയാമോ? എല്ലാവരും മനസ്സിലൊന്ന് ഓർത്തേ. 14 എന്താ? നിയമസമത്വമാണ്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് പറയാം? 15 പറയാമോ? അതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ട 15 എന്താ? ഈ 5 ഒരു സമത്വം. എങ്ങനത്തെ സമത്വം? 5 എന്താ? വി. 15ൻ്റെ 5 വി. വിവേചനം പാടില്ല 5 കാര്യങ്ങളിൽ: ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം. പിന്നെ 18 ടൈറ്റിൽ പാടില്ല. 19 സ്വാതന്ത്ര്യമാണ്. 19 6 സ്വാതന്ത്ര്യമുണ്ട്: സംസാരിക്കാം, സമ്മേളനം, അസോസിയേഷൻ, ട്രാവലിംഗ്, സെറ്റിൽ ചെയ്യുക, ജോലി ചെയ്യുക. ഓക്കെ, ഇനി 19 തൊട്ട് 22 വരെയുള്ള നമ്മൾ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം കിട്ടിയ ആരാ? 20 കുറ്റവാളികൾ അല്ലേ? അവരെന്ത് ചെയ്തു? 21 ജീവിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. കുറ്റവാളികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ജീവിക്കാനായിട്ട് അവരെന്ത് ചെയ്തു? 21A വിദ്യാഭ്യാസം ചെയ്തു. പക്ഷെ അവരെവിടെ ആക്കി? 22 കടൽ തടങ്കലിലാക്കുന്നു. 19 സ്വാതന്ത്ര്യം. 20 എന്താ? 20 കിട്ടാൻ നിങ്ങൾ മറന്നുപോയി എന്ന് കരുതുക. അപ്പോൾ എന്തോ ഓർക്കണം? 19 സ്വാതന്ത്ര്യം. അപ്പോൾ ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടാത്ത കുറ്റവാളികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ കുറ്റവാളികൾ 20 കുറ്റവാളികൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. അവരെന്താ ചെയ്തേ? കുറ്റവാളികൾ ജീവിക്കാനായിട്ട് 21 ജീവിക്കാനുള്ള അവകാശം. ജീവിക്കാനായിട്ട് അവരെന്താ ചെയ്തേ? അവർ ജീവിക്കാനായിട്ട് വിദ്യാഭ്യാസം ചെയ്തു. അപ്പോൾ 21A ഉണ്ട് അവിടെ, അത് വിദ്യാഭ്യാസം. പക്ഷെ അവർ എന്താക്കി? കരുതൽ തടങ്കലിലാക്കി. 22 കരുതൽ തടങ്കൽ. അങ്ങനെ കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് 24 നമ്മൾ പഠിച്ചു. നമുക്ക് ഇവിടുന്ന് പറയാം അല്ലേ? 14 24. 14 നിയമത്തിന് മുമ്പിൽ ബാലനും, ബാലവേല നിരോധനം, ബാലവേല നിരോധനം. 34 പട്ടാള നിയമം, ബാലനും പട്ടാളക്കാരനും സിവിലിയനും. 44 യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അപ്പം 44 താഴെ നമ്മൾ 40 പഠിച്ചില്ലേ? എന്താ അത്? പഞ്ചായത്തുകളുടെ രൂപീകരണം 40 പഠിച്ചു. തൊട്ട് മുകളിൽ എന്ത് പഠിച്ചു? 39D എന്താ? ഡി ആർക്കാ? ഡി സ്ത്രീ അല്ലേ? സ്ത്രീക്ക് തുല്യ ജോലിക്ക് തുല്യവേതനം സ്ത്രീക്കും പുരുഷനും കൊടുക്കണം. 39A ആണ് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും വരുന്നത്. ഓക്കെ, ഇനി 40 ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ DPSPയിൽ 47 48 48A 49 50 പറഞ്ഞായിരുന്നു അല്ലേ? എന്താ 47? ഞാൻ പറഞ്ഞു 47 കുപ്പി അല്ലേ? മദ്യനിരോധനം പാടില്ല. മദ്യനിരോധനം വേണം, മദ്യം പാടില്ല അല്ലേ? മദ്യനിരോധനം, ലഹരി പാനീയങ്ങളൊക്കെ നിരോധിക്കണമെന്ന് 47 പറയുന്നുണ്ട്. DPSP 8 എന്താ? 8ൻ്റെ പണി ഗോവധ നിരോധനം. 48A പരിസ്ഥിതി സംരക്ഷണം. 49 അങ്ങ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണം. 50 എന്താ? 50 ഒരു സെപ്പറേഷനാണ് 50 വരുന്നത്. എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും സെപ്പറേറ്റ് ചെയ്യണതാണ് 50. അപ്പോൾ 50 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കണ്ടു. 51A മൗലിക കടമകളാണെന്ന് കണ്ടു. അപ്പോൾ എത്ര ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു നോക്കിക്കേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ആർട്ടിക്കിൾസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു 70s വരുമ്പോൾ 72 ചില സംഗതികളിൽ മാപ്പ് മുതലായവ നൽകാനും ശിക്ഷാവിധികൾ നിർത്തിവെക്കാനും ഇതൊക്കെ ലഘൂകരിക്കാനൊക്കെ വേണ്ടി രാഷ്ട്രപതിക്കുള്ള അധികാരമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം, പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആണ്. രാഷ്ട്രപതിയുടെ മാപ്പ് അധികാരമാണ് 72 പറഞ്ഞത് കേട്ടോ. രാഷ്ട്രപതിക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം 72. അത് പഠിച്ചു വെക്കണം നിങ്ങൾ. ചിലതൊക്കെ നമ്മൾ പഠിക്കണമല്ലോ, കോഡില്ലാണ്ടൊക്കെ പഠിക്കണമല്ലോ. 72 പഠിക്കണം. രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറാണ് 72. പക്ഷെ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 161 ഇതേപോലെ മാപ്പ് കൊടുക്കാനുള്ള അധികാരം ഗവർണർക്കും ഉണ്ട്. അതാണ് 161. അപ്പോൾ 72ഉം 161 നിങ്ങൾ പഠിക്കേണ്ട. ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതേപോലെ 74 എന്താണെന്നറിയോ? രാഷ്ട്രപതിനെ സഹായിക്കാനായിട്ട് ഉപദേശിക്കാനായിട്ടുള്ള മന്ത്രിസഭയെ പറ്റിയിട്ടാണ് 74 പറയണത്. രാഷ്ട്രപതിനെ സഹായിക്കാനായിട്ട് മന്ത്രിസഭ 74. 163 ഇതേപോലെ തന്നെ രാഷ്ട്രപതി മാറ്റിയിട്ട് ഗവർണർ ആക്കിയാൽ മതി. ആദ്യം നമ്മൾ കണ്ടതും അങ്ങനെ തന്നെ. രാഷ്ട്രപതിയുടെ മാപ്പ്, അതുപോലെ തന്നെ ഗവർണറുടെ മാപ്പ്. ഇപ്പോൾ രാഷ്ട്രപതിനെ സഹായിക്കാൻ മന്ത്രിസഭ, ഗവർണറെ സഹായിക്കാനും സംസ്ഥാനത്ത് മന്ത്രിസഭയുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിനെ സഹായിക്കാനുള്ള മന്ത്രിസഭയാണെങ്കിൽ 163 ഗവർണറെ സഹായിക്കാനുള്ള മന്ത്രിസഭ. ഇതെല്ലാം കൂടി എങ്ങനെ ഓർത്ത് വയ്ക്കുന്നു വിചാരിക്കേണ്ട. ഇത് നിങ്ങൾ പഠിക്കേണ്ട. ഇത് ഞാൻ ക്ലൂ പറഞ്ഞുതരാം. 74 മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം 72 പഠിച്ചു. എന്താ? രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറാണ്, മാപ്പ് കൊടുക്കാനുള്ള അധികാരം. 74 എന്താ? രാഷ്ട്രപതിയെ സഹായിക്കാനായിട്ടും ഉപദേശിക്കാനായിട്ടും മന്ത്രിസഭയാണ് 74. ഓക്കെ,
ഇനി 75 പഠിക്കുക. 75 എന്താ? മന്ത്രിമാരെ സംബന്ധിച്ച് മറ്റ് പ്രസ്ഥാനങ്ങൾ പറയുകയാണ്. പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കണം. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശത്തിനാൽ രാഷ്ട്രപതി നിയമിക്കുന്നു. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 75. അപ്പോൾ 72 രാഷ്ട്രപതിയുടെ മാപ്പ് കൊടുക്കാനുള്ള അധികാരം, 74 രാഷ്ട്രപതിയെ സഹായിക്കാനായിട്ടുള്ള മന്ത്രിസഭയെ പറ്റി, 75 പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. ഓക്കെ, അതിന് ബദലായിട്ട് 164 ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതേപോലെ തന്നെ ഗവർണറെ ആരെ അപ്പോയിന്റ് ചെയ്യണം? മുഖ്യമന്ത്രിനെയും മന്ത്രിസഭയെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. 164 അത് നിങ്ങൾ പഠിക്കേണ്ട, അതിനുള്ള ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി 76 ഇത് നിങ്ങൾ പഠിക്കണം. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 76. അതേ പോസ്റ്റ് സംസ്ഥാനത്തുണ്ട് അഡ്വക്കേറ്റ് ജനറൽ, അത് 165. അത് നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ 76 മാത്രം പഠിച്ചാൽ മതി. ഇത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ പറഞ്ഞുതരാം. 77 നമ്മുടെ സർക്കാരിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പാണ്. ഭാരത സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പാണ് 77. അത് സംസ്ഥാന സർക്കാരിൻ്റെ നടത്തിപ്പാണ് 166. അത് 77 പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എണ്ണം അപ്പോൾ പഠിച്ചത്? ആദ്യം നമ്മൾ പറഞ്ഞു 72 മാപ്പ് കൊടുക്കാനുള്ള ഗവർണറുടെ രാഷ്ട്രപതിയുടെ അധികാരം പറഞ്ഞു. 74 പറഞ്ഞത് രാഷ്ട്രപതിനെ സഹായിക്കാനായിട്ടുള്ള മന്ത്രിസഭ. 75 പറഞ്ഞത് രാഷ്ട്രപതി പ്രധാനമന്ത്രിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ 76 അറ്റോർണി ജനറലിനെ പറ്റി പറഞ്ഞു. 77 കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പ്. 72, 74, 75, 76, 77 നമ്മൾ പറഞ്ഞു അല്ലേ? അതോടൊപ്പം ഞാൻ 100 സംതിങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കണ്ടെന്ന് പറഞ്ഞു. നോക്കണമെന്ന് പറയാൻ കാരണം അത് ഇങ്ങനെ കണ്ടുപിടിക്കാം. 72 രാഷ്ട്രപതിയുടെ മാപ്പധികാരമല്ലേ പറഞ്ഞേ? അതിനോട് കൂടിയിട്ട് ഒരു 89 ആഡ് ചെയ്തേ നിങ്ങൾ. അപ്പോൾ എത്ര കിട്ടും? 161 കിട്ടും. ഇവിടെ രാഷ്ട്രപതി മാറ്റി ഇവിടെ ഗവർണർ ആക്കിയാൽ മതി. രാഷ്ട്രപതിയുടെ മാപ്പ് കൊടുക്കാനുള്ള അധികാരം 72 ആണെങ്കിൽ ഗവർണർക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം 161 ഇവിടെ. അതുപോലെ തന്നെ 74 രാഷ്ട്രപതി മന്ത്രിസഭ രാഷ്ട്രപതിയെ സഹായിക്കുന്നു. അത് സംസ്ഥാനത്ത് മന്ത്രിമാർ ഗവർണറെ സഹായിക്കുന്നതാക്കാൻ വേണ്ടിയിട്ട് ഇതിന് കൂടെ 89 കൂട്ടിയാൽ മതി. 163. മനസ്സിലായില്ലേ? നേരെ 89 ആഡ് ചെയ്ത് പോവുക. 75 എന്താ നമ്മൾ പറഞ്ഞേ? പ്രധാനമന്ത്രിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കണ്ട. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 89 കൂട്ടിയാൽ മതി. ഓക്കെ, 164 കിട്ടും. 76 എന്താ പറഞ്ഞേ? അറ്റോർണി ജനറൽ ആണ് കേന്ദ്രത്തിൽ. സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അത് ബൈഹാർട്ട് ചെയ്യേണ്ട. 89 കൂട്ടിയാൽ അത് കിട്ടും. അതുപോലെ 77 ഭാരത സർക്കാരിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പാണെങ്കിൽ 166 സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പാണ്. ജസ്റ്റ് 89 അവിടെയും കൂട്ടിയാൽ മതി. 166 കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ 2, 4, 6, 8, 10 ആർട്ടിക്കിളൂടെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം 20 എണ്ണം പഠിച്ചു. ഇപ്പോൾ നമ്മൾ 30 എണ്ണം പഠിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് ഈ 89 കൂട്ടേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കണം. 72 പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്. 89 ആഡ് ചെയ്താൽ 161 കിട്ടും. പാർഡനിങ് പവർ ഓഫ് ഗവർണർ. 74 രാഷ്ട്രപതിനെ സഹായിക്കാൻ മന്ത്രിസഭ. 163 ഗവർണറെ സഹായിക്കാൻ മന്ത്രിസഭ. 75 രാഷ്ട്രപതിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് പ്രധാനമന്ത്രിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതി. 164 മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർ. 89 കൂട്ടിയാൽ മതി. 76 അറ്റോർണി ജനറൽ. 165 അഡ്വക്കേറ്റ് ജനറൽ. 77 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഒരു സൈഡ് മാത്രം പഠിച്ചു വയ്ക്കുക. 89 ആഡ് ചെയ്യുക. ഈ ഒരു സൈഡ് കിട്ടും. ഇവിടെ രാഷ്ട്രപതി മാറ്റി ഇവിടെ ആരാക്കിയാൽ മതി? ഗവർണർ ആക്കിയാൽ മതി. 72 തൊട്ട് 72 പാർഡനിങ് പവർ. 74 മന്ത്രിസഭ അസിസ്റ്റ് ചെയ്യുന്നു. 75 അപ്പോയിൻമെൻറ്റ് ബൈ പ്രസിഡന്റ്. 76 അറ്റോർണി ജനറൽ. 165 അഡ്വക്കേറ്റ് ജനറൽ. ഇത് ഗവർണറുടെ മാപ്പധികാരം. മന്ത്രിസഭ ഗവർണർക്കും, ഗവർണർ മുഖ്യമന്ത്രിനെ മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇതെല്ലാം 89 ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 112 ഇമ്പോർട്ടൻ്റ് ആണ്. ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. വാർഷിക ധനവിവര പത്രിക. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനവിവര പത്രികയുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് 112. അവിടെ ബജറ്റിൻ്റെ ആർട്ടിക്കിളാണ്. ഇത് പഠിച്ചു വയ്ക്കുക. 112. ഇതേ ബജറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ ആർട്ടിക്കിൾ 202 ഇത് നിങ്ങൾക്ക് ഓർക്കാൻ പ്രയാസപ്പെടേണ്ട. 112 പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ കൂടെ 80 കൂട്ടിയാൽ മതി. 80 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേറ്റിൻ്റെ ബജറ്റ് കിട്ടും. ശരിയല്ലേ? 202. ഇതേപോലെ 123 ഞാൻ മുന്നേ ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1, 2, 3 ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 1, 2, 3 1, 2, 3 ഓടിക്കോ. അപ്പോൾ ഓർഡിനൻസ് ഓർത്ത് വെക്കാനായിട്ടാണ് 1, 2, 3. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പവർ 1, 2, 3 ആണ്. അതിൽ നമ്പേഴ്സ് ഷഫിൾ ചെയ്താൽ 213 ഗവർണറുടെ ഓർഡിനൻസ് പവർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നിങ്ങൾ നോക്കിയേ, ആഡ് ചെയ്യുന്നത് 80 അല്ലേ? 80 ആഡ് ചെയ്താൽ 123 213 കിട്ടും. 80 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അതുപോലെ 124 സുപ്രീം കോടതിയുടെ ആർട്ടിക്കിളാണ്. സുപ്രീം കോടതിനെ പറ്റി പറയുന്നതാണ്. അതും ഈ നമ്പേഴ്സ് ഷഫിൾ ചെയ്താൽ മതി. 124
14 ആക്കാം. അത് ഷഫിൾ ചെയ്യാനായിട്ട് അവിടെ 80 കൂട്ടിയാൽ മതി. അപ്പോൾ ഹൈക്കോടതി കിട്ടും. അവിടെ സുപ്രീം കോടതി, ഇവിടെ ഹൈക്കോടതി. 124, 214. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 123 പഠിച്ചു വെക്കണം. 1, 2, 3 അത് ഓർഡിനൻസ്, ആ കോഡ് ഓർത്താൽ മതി. 123 1, 2, 3 ഓടിക്കോ ഓർഡിനൻസ് ബൈ പ്രസിഡന്റ്. 80 കൂട്ടി 213 ഓർഡിനൻസ് ബൈ ഗവർണർ. 124 സുപ്രീം കോടതിയുടെ, 80 കൂട്ടി 214 ആരുടെയാണ്? ഹൈക്കോടതിയുടെയാണ്. ഓക്കെ. പിന്നെ ഇത് മൂന്നുമാണ് നമ്മൾ 80 കൂട്ടാനായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു 6 നമ്മൾ പഠിച്ചു അല്ലേ? 30 കഴിഞ്ഞ് ഇപ്പോൾ 6 കൂടിയായി, 36. ഏതൊക്കെയാണ്? ഇനി ആർട്ടിക്കിൾ 112, ഇത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാർഷിക ധനവിവര പത്രിക നമ്മുടെ ബജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. സംസ്ഥാനത്തിലെ അതാണ് ആർട്ടിക്കിൾ 202. അപ്പോൾ കേന്ദ്രത്തിൻ്റെ 112, സംസ്ഥാനത്ത് 202. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? 90 കിട്ടും ഡിഫറൻസ്. 90 ആഡ് ചെയ്താൽ ഇത് കിട്ടും. ഇതേപോലെയുള്ള 2 കൂടെ ഉണ്ട് 90 ആഡ് ചെയ്താൽ. ഒന്ന് 123. എന്താ 123 എന്ന് ഓർക്കാനായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. 1, 2, 3 ഓടിക്കോ. എന്താണ് ഓടിക്കോ എന്ന് പറയുമ്പോൾ? ഓർഡിനൻസ് ഓർക്കുക. പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം 123 പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് മാറ്റി ഗവർണർ ആക്കി കഴിഞ്ഞാൽ 213 ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ. അത് നിങ്ങൾ ഇവിടെ 90 ആഡ് ചെയ്താൽ മതി 123 കൂടെ. അതുപോലെ 124 സുപ്രീം കോടതിയുടെ ആർട്ടിക്കിളാണ്. അവിടെയും 90 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 214 കിട്ടും. ഇത് ഹൈക്കോടതിയുടെ ആർട്ടിക്കിളാണ്. ഓക്കെ. അപ്പോൾ 123 പാർലമെൻറ്റ്, സുപ്രീം കോടതിയുടെ അധികാരം 124. സുപ്രീം കോടതിനെ പറ്റി പറഞ്ഞത് 124. ഹൈക്കോടതിനെ പറ്റി പറഞ്ഞ 214. അതുപോലെ ഓർഡിനൻസ് 123. നമ്മുടെ പാർലമെൻറ്റിൽ ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്നത് 123. ആ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഗവർണറുടെ 213. ഓക്കെ. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് 90 ആഡ് ചെയ്തിട്ട് കിട്ടുന്നത്. 112 ബജറ്റ് കേന്ദ്രം, ബജറ്റ് സംസ്ഥാനം, ഓർഡിനൻസ് കേന്ദ്രം, കേന്ദ്രയിലെ ഓർഡിനൻസ് ബൈ പ്രസിഡന്റ്, ഓർഡിനൻസ് ബൈ ഗവർണർ. സുപ്രീം കോടതി 124, ഹൈക്കോടതി 214. അപ്പോൾ ആദ്യം നമ്മൾ 89 ആഡ് ചെയ്യാനായിട്ട് പഠിച്ചത് അതൊക്കെയൊന്ന് ഓർത്ത് നോക്കിക്കുക. 89, 72 പാർഡനിങ് പവർ പറഞ്ഞപ്പോൾ അല്ലേ രാഷ്ട്രപതിയുടെ. പിന്നെ ഏതാ പറഞ്ഞത്? 74 മന്ത്രിസഭ രാഷ്ട്രപതിനെ അസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് 75 അപ്പോയിൻറ്റ് ചെയ്യണത് മന്ത്രിസഭേനെയൊക്കെ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 76 അല്ലേ അറ്റോർണി ജനറൽ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ 89 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് അറ്റോർണി ജനറൽ ആണെങ്കിൽ ഇത് അഡ്വക്കേറ്റ് ജനറലാണ്. ഇവിടെ ഇതിൻ്റെ എല്ലാത്തിനെയും ഗവർണറുടെ നമുക്ക് കിട്ടും അല്ലേ? ഗവർണറുടെ മാപ്പധികാരം, ഗവർണറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മന്ത്രിസഭ, ഗവർണർ മുഖ്യമന്ത്രിൻ്റെ മന്ത്രിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 90 ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? 112, 123, 124. അത്രയും ആർട്ടിക്കിൾസ് കിട്ടിയില്ലേ? 1, 2, 3 ഓടിക്കോ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ഓർക്കാനായിട്ട്. 213 ഗവർണറുടെ. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324 പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊന്ന് ഷഫിൾ ചെയ്ത് 243 ആക്കി കഴിഞ്ഞാൽ 243K ആണ് സ്റ്റേറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ. 243K. 324 നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. അതിനെ ഷഫിൾ ചെയ്ത 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ആ K മാറ്റിയിട്ട് അവിടെ I ആക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, K മാറ്റിയിട്ട് I ആക്കിയാൽ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. അപ്പോൾ ഈ I ഫോർ ഇൻകം എന്ന് ഓർത്താൽ മതി, വരുമാനം. 243K സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനും 243I സംസ്ഥാനത്തെ ഇൻകം ധനകാര്യ കമ്മീഷനും. ഓക്കെ. അത് മാറിപ്പോയത് എവിടെ എഴുതിയിരിക്കുന്നത്? K അല്ല കേട്ടോ, 243I ആണ്. 243I ആണ് ധനകാര്യ കമ്മീഷൻ. K എന്താ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. 324 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷഫിൾ ചെയ്ത് 243 ആക്കിയാൽ 243K സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ 324, 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഈ K മാറ്റി I ആക്കി കഴിഞ്ഞാൽ I ഫോർ ഇൻകം എന്ന് ഓർക്കുക, സംസ്ഥാനത്തെ ഇൻകം ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ 324 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അപ്പോൾ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. 280 പഠിച്ചു വെച്ചോളൂ കേട്ടോ, 280 ആണ്. അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ 338, പട്ടികവർഗ കമ്മീഷൻ 338A കൊടുക്കുക. അടുത്തത് 338B പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക. 338ൻ്റെ 3 ഉണ്ട്. 338 SC കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ, 338A പട്ടികവർഗ കമ്മീഷൻ ST കമ്മീഷൻ, 338B എന്ന് പറഞ്ഞത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് NCBC. ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കാം. ഇതുപോലെ
352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിൽ 352 പഠിച്ച 4 കൂട്ടിയാൽ മതി, അടുത്തതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി, 3 എണ്ണം 4 കൂട്ടിയാൽ മതി. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, വീണ്ടും 4 കൂട്ടുന്നു 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. പിന്നെ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ടല്ലോ. ലിസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 246. അതെങ്ങനെ ഓർക്കാം? ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ 2, 4, 6 നമ്മുടെ ഈവൻ നമ്പേഴ്സ് ലിസ്റ്റാണ്. ലിസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ലിസ്റ്റിൻ്റെ ആർട്ടിക്കിൾ ഈവൻ നമ്പർ ലിസ്റ്റ് ആണെന്ന് ഓർക്കുക. 246 ലിസ്റ്റുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് ആദ്യമേ 14, 24, 34, 44 വെച്ചിട്ട് നമ്മളൊരു കോഡ് പറഞ്ഞു. നിയമത്തിന് മുമ്പിൽ ബാലനും പട്ടാളക്കാരനും സിവിലിയനും തുല്യരാണ്. അപ്പോൾ ബാലവേല നിരോധനം, 14 നിയമസമത്വം, 34 പട്ടാള നിയമം, 44 യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞു. പിന്നെ നമ്മൾ 15 ഈ 5 വിവേചനം പാടില്ല 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. 18 ടൈറ്റിൽ പാടില്ല എന്ന് പറഞ്ഞു. 19 നമ്മുടെ സ്വാതന്ത്ര്യം. അതിൽ ABCDEG വരെ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് 19 സ്വാതന്ത്ര്യം ആണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ 20 കുറ്റവാളികൾ ജീവിക്കാൻ വേണ്ടി 21, വിദ്യാഭ്യാസം ചെയ്തു 21A, തടങ്കലിലാക്കി കരുതൽ തടങ്കലിൽ 22 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? പിന്നെ നമ്മൾ DPSPയിൽ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞു? 39A സൗജന്യ നിയമസഹായം പാവപ്പെട്ടവർക്ക് തുല്യനീതി പറഞ്ഞു. 39D എന്താ പറഞ്ഞത്? ഡി സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിയിൽ തുല്യവേതനം പറഞ്ഞു. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം പറഞ്ഞു അല്ലേ. 47 എന്താ? 7 മദ്യനിരോധനം. 48 ഗോവധ നിരോധനം. 48A പരിസ്ഥിതി സംരക്ഷണം. 49 നമ്മുടെ ദേശീയ സ്മാരകങ്ങളുടെ സംരക്ഷണം. 50 സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി പറഞ്ഞു. 51A മൗലിക കടമകൾ പറഞ്ഞു. പിന്നെ നമ്മൾ 89 ആഡ് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് പറയുന്നതാണ്. 72 പാർഡനിങ് പവർ, 74 മന്ത്രിസഭ അസിസ്റ്റ് ചെയ്യുന്നു, 75 അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ് രാഷ്ട്രപതി, 76 അറ്റോർണി ജനറൽ. എല്ലാത്തിനും കൂടെ 89 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 165 അഡ്വക്കേറ്റ് ജനറൽ. ഇതെല്ലാം രാഷ്ട്രപതി മാറ്റി ഗവർണർ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 90 ആഡ് ചെയ്യേണ്ടത് ഏതാ പറഞ്ഞതല്ലേ? 89. 90 ആഡ് ചെയ്യാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റ് കേന്ദ്രത്തിൻ്റെ. 90 ആഡ് ചെയ്ത് 202 കിട്ടും. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റാണ് 202 പറഞ്ഞ്. 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്, 213 ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ പറഞ്ഞു. പിന്നെ 124 സുപ്രീം കോടതി ആണെങ്കിൽ 214 ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 324 ഇലക്ഷൻ കമ്മീഷൻ, അതിന് 243 കെ ആക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കെ മാറ്റി 243 ഐ ആക്കിയ സംസ്ഥാനത്തെ, ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത് സംസ്ഥാനത്തെ ഇൻകം ധനകാര്യ കമ്മീഷൻ. 243 ഐ ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ 280 പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ പറഞ്ഞേ? പിന്നെ നമ്മൾ ഇതുപോലെ 352, 356, 360 4 വീതം ആഡ് ചെയ്തിട്ടല്ലേ. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 4 കൂട്ടി സംസ്ഥാന അടിയന്തരാവസ്ഥ, എഗെയിൻ 4 കൂട്ടി 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. പിന്നെ 338 പട്ടികജാതി കമ്മീഷൻ, 338A പട്ടികവർഗ കമ്മീഷൻ, ബി NCBC പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പിന്നെ ഏതാ പറഞ്ഞേ? പിന്നെ 246 ലിസ്റ്റ്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറേ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് എന്താണെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ആർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റ് നമ്പർ എഴുതി വെച്ചിട്ട് സെൽഫായിട്ട് അതിൻ്റെ നേരെ അത് എന്താണെന്ന് ഓർത്ത് എഴുതാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. 1-2 തവണ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചാൽ മതി. റിവൈസ് ചെയ്യുന്നതോറും അതൊക്കെ നമ്മുടെ തലയിൽ ഉറയ്ക്കും. കുറച്ച് എക്സാംസ് ഒക്കെ കഴിയുമ്പോഴേക്കും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ആർട്ടിക്കിൾസൊക്കെ പിന്നെ നമുക്ക് ബൈ ഹാർട്ടാകും. അപ്പോൾ ആദ്യം ഒന്ന് സെറ്റിൽ ആവണ വരെ ചില ട്രിക്സും കോഡ്സൊക്കെ ഉപയോഗിച്ച് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന പോലെ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അത് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.